ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോണോട്ടോൺ കൺവേർജൻസ് തിയറത്തിനെ കുറിച്ചിട്ടാണ്. എന്താണ് മോണോട്ടോൺ കൺവേർജൻസ് തിയറം എന്ന് പറഞ്ഞു, സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, പ്രൂവ് ചെയ്തു. അതായത് ഒരു മോണോട്ടോൺ സീക്വൻസ് ഇൻക്രീസിങ് ആയിക്കോട്ടെ ഡിക്രീസിങ് ആയിക്കോട്ടെ, ഇൻക്രീസ് ചെയ്യുന്ന സീക്വൻസ് അല്ലെങ്കിൽ ഡിക്രീസിങ് ചെയ്യുന്ന സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അതെന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. കോൺവേഴ്സൺ ട്രൂ ആണ്. ഒരു മോണോട്ടോൺ സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, സപ്പോസ് നമ്മളുടെ ബൗണ്ടഡ് സീക്വൻസ്, മോണോട്ടോൺ ബൗണ്ടഡ് സീക്വൻസ് ഇൻക്രീസിങ് ആണെങ്കിൽ അത് കൺവേർജ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ സീക്വൻസിൻ്റെ സുപ്രീമത്തിലേക്കായിരിക്കും. അതേപോലെ ഡിക്രീസിങ് ആണെങ്കിൽ ആ സീക്വൻസിൻ്റെ ഇൻഫിമത്തിലേക്കായിരിക്കും കൺവേർജ് ചെയ്യും. ഈ ഒരു തിയറത്തിന് നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ അനലൈസ് ചെയ്യാം. അതായത് ഒരു മോണോട്ടോൺ സീക്വൻസ് അൺബൗണ്ടഡ് ആണെങ്കിൽ അതെന്ത് ചെയ്യില്ല? കൺവേർജ് ചെയ്യില്ല. ബൗണ്ടഡ് ആയാൽ മാത്രമേ കൺവേർജ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലംസാണ്, എക്സാമ്പിൾസാണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത്. എക്സാമ്പിൾ 1, ലിമിറ്റ് ഓഫ് ദി സീക്വൻസ് 1/√n ഈസ് 0. ഓക്കെ, അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. Okay, example 1, we want to prove that limit of 1/√n is equal to 0 using monotone convergence theorem. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ സീക്വൻസ് ആദ്യം മോണോട്ടോണാന്ന് കാണിക്കണം, ബൗണ്ടഡ് ആണെന്ന് കാണിക്കണം. ഈ മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആണെങ്കിൽ ഈ സീക്വൻസിൻ്റെ ഇൻഫിമം 0 ആണെന്ന് കാണിച്ചാൽ മതി. ഇൻക്രീസിങ് ആണെങ്കിലും ഡിക്രീസിങ് ആണെങ്കിൽ ഇൻഫിമം 0 എന്ന് കാണിക്കണം. ഇൻക്രീസിങ് ആണെങ്കിൽ സുപ്രീമം 0 എന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സീക്വൻസ് മോണോട്ടോൺ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ nth ടേം n+1th ടേമിനേക്കാളും വലുതാകണം, ഡിക്രീസിങ് ആണ് കാണിക്കണമെങ്കിൽ. അപ്പോൾ അത് ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം വി ഹാവ് n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n+1 ആണെന്ന് അറിയാം. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുത്താലും എന്തായിരിക്കും? ഇതേ ഇൻഇക്വാളിറ്റി ഹോൾഡ് ചെയ്യും. സ്ക്വയർ റൂട്ട് ഓഫ് n ഈസ് ലെസ് ദാൻ സ്ക്വയർ റൂട്ട് ഓഫ് n+1. ഇനി ഇൻഇക്വാളിറ്റിയിൽ റെസിപ്രോക്കൽ എടുത്താൽ എന്ത് ചെയ്യും? ഇൻഇക്വാളിറ്റി സൈൻ റിവേഴ്സ് ചെയ്യും. 1/√n+1 is greater than, is less than, inequality sign reverse ചെയ്യാ ചെയ്യും, is less than 1/√n. അതായത് ഇത് ഈ ടേം ആയിരിക്കും nth ടേം. ഞാൻ an വെച്ചിട്ട് ഡിനോട്ട് ചെയ്താൽ ഇത് an+1th ടേം ആയിരിക്കും സീക്വൻസിലെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? an is greater than an+1 for all n belongs to set of natural numbers. അതായത് സീക്വൻസ് എന്താണ്? that is implies sequence 1/√n is a decreasing sequence. മോണോട്ടോൺ ആണ്, ഡിക്രീസിങ് ആണ്, ഡിക്രീസിങ് സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബൗണ്ടഡ് ആണെന്ന് കാണിക്കാം. അതും സിമ്പിളാണ്. ബൗണ്ടഡ് ബിലോ എന്ന് കാണിച്ചാൽ മതി. ഡിക്രീസിങ് ആയതുകൊണ്ട് ബൗണ്ടഡ് ബിലോ ആണെന്ന് കാണിച്ചാൽ മതി. ബൗണ്ടഡ് എബോവ് ഇങ്ങനെയാണ് നോക്കും. ഓക്കെ, ഡിക്രീസിങ് ആണ്. ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ A1-നേക്കാളും ചെറുതായിരിക്കും ബാക്കിയുള്ള എല്ലാ ടേംസ്. അപ്പോൾ A1 അതിൻ്റെ ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കും. ഇനി ബൗണ്ടഡ് ബിലോ എന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒബ്സർവേഷൻ ഉണ്ട്. നമുക്ക് എന്താ അറിയാം? നാച്ചുറൽ നമ്പേഴ്സ് എപ്പോഴും ഓൾസോ വി ഹാവ് ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ റെസിപ്രോക്കൽ എടുത്താൽ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് n എന്തായിരിക്കും? അപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. ഫോർ ഓൾ n belongs set of natural numbers, for all n belongs to set of natural numbers. സോ അതിനെ റെസിപ്രോക്കൽ എടുത്താൽ 1/√n ഈസ് ലെസ് ദാൻ ഓർ ലെസ് ദാൻ 0. സോ റെസിപ്രോക്കൽ അല്ല,
സ്ക്വയർ റൂട്ട് ഓഫ് n പോസിറ്റീവ് ആണ്. അപ്പോൾ 1 സ്ക്വയർ റൂട്ട് ഓഫ് n എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ 0 ആകുമ്പോൾ റെസിപ്രോക്കൽ എടുക്കാൻ കഴിയില്ല. റൈറ്റ് സൈഡ് ഈക്വാളിറ്റിയുടെ സൈഡിൽ. സോ 1 പോസിറ്റീവ് ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് n പോസിറ്റീവ് ആണ്. അപ്പോൾ അവരുടെ റേഷ്യോ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഫോർ ഓൾ n belongs to set of natural numbers. അതായത് 1 സ്ക്വയർ റൂട്ട് ഓഫ് n ഈ ഒരു സീക്വൻസ് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് ബൗണ്ടഡ് ബിലോ ബൈ 0 ആയിരിക്കും. അതായത് നമുക്ക് എന്ത് പറയാം? 0 ഈസ് എ ലോവർ ബൗണ്ട് ഓഫ് ദി സീക്വൻസ് 1 സ്ക്വയർ റൂട്ട് ഓഫ് n. അപ്പോൾ 1 സ്ക്വയർ റൂട്ട് ഓഫ് n എന്നുള്ള സീക്വൻസ് ഡിക്രീസിങ് സീക്വൻസ് ആണ്. ലോവർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബൗണ്ടഡ് ബിലോ ആണ്, അതായത് ബൗണ്ടഡ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഈ സീക്വൻസിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. സോ വിച്ച് ഇംപ്ലൈസ് ദി സീക്വൻസ് 1 സ്ക്വയർ റൂട്ട് ഓഫ് n ഈസ് convergent by monotone convergence theorem. MCT ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്നുണ്ട്. monotone convergence theorem. അതായത് സീക്വൻസ് മോണോട്ടോൺ ആണ്, ബൗണ്ടഡ് ആണ്, അതുകൊണ്ട് കൺവേർജ് ചെയ്യും. ഇനി മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആണ്, അതുകൊണ്ട് എങ്ങോട്ട് കൺവേർജ് ചെയ്യും? സീക്വൻസിൻ്റെ ഇൻഫിമത്തിലേക്ക് കൺവേർജ് ചെയ്യും. സോ ആൻഡ് കൺവേർജസ് ടു infimum of the set 1 square root of n such that n belongs to set of natural numbers. അപ്പോൾ ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ക്ലെയിം infimum of the set 1 square root of n such that n belongs to set of natural numbers is 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എന്താകും? 1 സ്ക്വയർ റൂട്ട് ഓഫ് n ലിമിറ്റ് 0 ആകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലെയിം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. സോ ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് ദി സെറ്റ്, അല്ലെങ്കിൽ ഇൻഫിമം ഓഫ് 1 സ്ക്വയർ റൂട്ട് ഓഫ് n എന്ന് എഴുതുന്നുണ്ട്. ഇൻഫിമം ഓഫ് 1 സ്ക്വയർ റൂട്ട് ഓഫ് n n ബിലോങ്സ് ടു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? ലിമിറ്റ് 1 സ്ക്വയർ റൂട്ട് ഓഫ് n ഈസ് ഈക്വൽ ടു എക്സ് ആണെന്ന് പറയും ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം. ഓക്കെ, സോ അപ്പോൾ 1 ലിമിറ്റ് ഓഫ് 1 സ്ക്വയർ റൂട്ട് ഓഫ് n ഇൻറ്റു 1 സ്ക്വയർ റൂട്ട് ഓഫ് n എന്തായിരിക്കും? എങ്ങോട്ട് കൺവേർജ് ചെയ്യും? എക്സ് ഇൻറ്റു എക്സിലേക്കും കൺവേർജ് ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത റിസൾട്ടാണ്. എ എന്നുള്ള സീക്വൻസ് എയിലേക്കും ബി എന്നുള്ള സീക്വൻസ് ബിയിലേക്കുമാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ സീക്വൻസ് എ എൻ ഇൻറ്റു ബി എൻ എങ്ങോട്ട് കൺവേർജ് ചെയ്യും? എ ബിയിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ 1 സ്ക്വയർ റൂട്ട് ഓഫ് n എക്സിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്, 1 സ്ക്വയർ റൂട്ട് ഓഫ് n എക്സിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ 1 സ്ക്വയർ റൂട്ട് ഓഫ് n ഇൻറ്റു 1 സ്ക്വയർ റൂട്ട് ഓഫ് n എക്സ് ഇൻറ്റു എക്സിലേക്ക് കൺവേർജ് ചെയ്യും. ഓക്കെ, അതായത് ലിമിറ്റ് 1 സ്ക്വയർ റൂട്ട് ഓഫ് n ഇൻറ്റു 1 സ്ക്വയർ റൂട്ട് ഓഫ് n 1/n ആയിരിക്കും. ഓക്കെ, അതെങ്ങോട്ട് കൺവേർജ് ചെയ്യും? എക്സ് സ്ക്വയറിലേക്ക് കൺവേർജ് ചെയ്യും. അതായത് 1/n എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് നമുക്കറിയാം. സീക്വൻസ് 1/n 0ലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്, ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 0 ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെന്ന് പറയും. എക്സ് സ്ക്വയർ 0 ആണെങ്കിൽ എക്സ് എന്താകേണ്ടി വരും? 0 ആവേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് എന്താ പറയുക? ദെർഫോർ ഹെൻസ് ദി ക്ലെയിം പ്രൂവ് ചെയ്തു. ക്ലെയിം പ്രൂവ് ചെയ്താൽ ഞാനിവിടെ സൈഡിൽ എഴുതുന്നുണ്ട്. ക്ലെയിം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക? ദെർഫോർ ലിമിറ്റ് സ്ക്വയർ റൂട്ട് 1 സ്ക്വയർ റൂട്ട് ഓഫ് n ഈസ് ഈക്വൽ ടു 0 ആണെന്ന് പറയും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വേണം ഇതെഴുതാൻ. ഓക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനായിട്ട് എഴുതാം. ദി സീക്വൻസ് hn
എച്ച് എന്നുള്ള സീക്വൻസ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. എച്ച് എന്നുള്ള സീക്വൻസിലെ nth ടേം എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് എക്സെട്രാ പ്ലസ് 1/n. അതായത് ഈ സീക്വൻസിലെ nth ടേം എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/2 പ്ലസ് എക്സെട്രാ 1/n വരെയുള്ള അതുവരെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് h1 എന്തായിരിക്കും 1, h2 1 പ്ലസ് 1/2, അതായത് സം 3/2 വരും. h3 ഈക്വൽ ടു 1 പ്ലസ് 1/2 പ്ലസ് 1/3, അതായത് 3/2 1 പ്ലസ് 1/2 3/2 ആണ്. അപ്പോൾ 1 പ്ലസ് 3/2 പ്ലസ് 1/3. ഓക്കെ, അത് ആഡ് ചെയ്ത് ഇങ്ങനെ പോകുക. ഈ ഒരു സീക്വൻസ് ഈസ് ഡൈവേർജൻറ്റ്. ഈ ഒരു സീക്വൻസ് ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് മോണോട്ടോൺ കൺവേർജൻസ് തിയറം ഉപയോഗിച്ചിട്ട് തന്നെയാണ്. മോണോട്ടോൺ കൺവേർജൻസ് തിയറം പറയുന്നത് ഒരു സീക്വൻസ് മോണോട്ടോൺ ആണ്, അത് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ ഒരു മോണോട്ടോൺ സീക്വൻസ് അൺബൗണ്ടഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഡൈവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, അൺബൗണ്ടഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഡൈവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്യാം. ഈ ഒരു സീക്വൻസ് മോണോട്ടോൺ ആണ്, പക്ഷേ അൺബൗണ്ടഡ് ആണ്, അതുകൊണ്ട് ഡൈവേർജ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കും. സോ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സീക്വൻസ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം, മോണോട്ടോൺ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ hn+1 കൺസിഡർ. hn+1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബൈ ഡെഫിനിഷൻ ഓഫ് ദി സീക്വൻസ് 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് എക്സെട്രാ 1/n പ്ലസ് തൊട്ടടുത്ത ഒരു ടേം കൂടെ ഉണ്ടാവും 1/n+1. hn+1 ആണ്. സോ അതിൽ ആദ്യത്തെ 1/n വരെയുള്ള ടേംസ് കൺസിഡർ ചെയ്താൽ, ആ സമ്മിലെ 1/n വരെയുള്ള ടേംസിൽ കൺസിഡർ ചെയ്താൽ അതെന്തായിരിക്കും? hn ആയിരിക്കും. ഓക്കെ, സോ hn+1 എനിക്ക് എങ്ങനെ എഴുതാം? hn+1 എന്ന് എഴുതാം. hn+1. ഓക്കെ, ഈ ഇവിടെയുള്ള എല്ലാ ടേംസും എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ hn അവരെ ആഡ് ചെയ്താലും പോസിറ്റീവ് തന്നെയായിരിക്കും. അതായത് hn എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതിൻ്റെ കൂടെ 1നെ ആഡ് ചെയ്താലാണ് hn+1 വരുന്നത്. അതായത് ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ കൂടെ 1നെ ആഡ് ചെയ്യുമ്പോഴാണ് hn+1 വരുന്നത്. സോ hn-നേക്കാളും വലുതായിരിക്കും എന്ത് പറയാം? hn+1 എന്ന് പറയാം. കാരണം hn+1 എന്ന് പറഞ്ഞാൽ hn എന്ന് പറഞ്ഞാൽ hn+1 ഈസ് ഗ്രേറ്റർ ദാൻ hn ആയിരിക്കും. കാരണം hn-ൻ്റെ കൂടെ 1നെ ആഡ് ചെയ്താലേ hn+1 വരുള്ളൂ. hn പോസിറ്റീവ് ആണ്. അപ്പോൾ hn-നെ കൂടെ 1നെ ആഡ് ചെയ്താൽ അതിനേക്കാളും വലിയൊരു നമ്പറാണ് കിട്ടുക. ഓക്കെ, ഫോർ ഓൾ n belongs to set of natural numbers. So നമുക്ക് എന്താ പറയുക? therefore the sequence hn is a monotone sequence. monotone എന്ന് മാത്രമല്ല, ഇൻക്രീസിങ് ആണ്. is a monotone sequence. മോണോട്ടോൺ സീക്വൻസ് എന്ന് മാത്രമല്ല, ഇൻക്രീസിങ് ആണ്. സീക്വൻസ് ഇൻക്രീസിങ് സീക്വൻസ് ആണ്. സോ ഈ ഒരു ഇൻക്രീസിങ് സീക്വൻസ് ഇനി കൺവേർജൻ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തിനി ഒബ്സർവ് ചെയ്താൽ മതി? ഇത് ബൗണ്ടഡ് അല്ല എന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ഓക്കെ, ബൗണ്ടഡ് ആവപ്പോഴാ ഒരു m എക്സിസ്റ്റ് ചെയ്യണം, ഒരു പോസിറ്റീവ് നമ്പർ m എക്സിസ്റ്റ് ചെയ്യണം, റിയൽ നമ്പർ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ m എക്സിസ്റ്റ് ചെയ്യണം. hn ഈസ് ലെസ് ദാൻ m ആകണം ഫോർ ഓൾ n belongs to n. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാം ഇത് അൺബൗണ്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബൗണ്ടഡ് ആണെന്ന് കാണിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു m എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിച്ചാൽ, അപ്പോൾ ഒരു m എടുത്താൽ ബൈ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി അതിൻ്റെ മുകളിൽ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാകും n, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും m ഗ്രേറ്റർ ദാൻ n/2 ആയിട്ട് വരുന്ന രീതിയിൽ. അതും പറഞ്ഞൂടെ, കാരണം n എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ m എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2m-ഉം m-നേക്കാളും വലുതായിരിക്കും. 2m അതിനെ ഞാൻ n എന്ന് വിളിച്ചാൽ 2m n/2 എന്ന് പറഞ്ഞാൽ m ആയിരിക്കും. അപ്പോൾ m-നേക്കാളും വലുതായിട്ട് ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും, അത് n/2-നേക്കാളും
ഓക്കെ, ഏതൊരു എം എടുത്താലും എമ്മിനെക്കാളും വലുതായിട്ടൊരു നാച്ചുറൽ നമ്പർ എൻ എക്സിസ്റ്റ് ചെയ്യും. എം ലെസ് ദാൻ n/2 ആയിട്ട് വരുന്ന രീതി. ഓക്കെ, സോ നമ്മളെന്താ ചെയ്യുന്നത്, ഈ സീക്വൻസിലെ ടേംസ് എപ്പോഴും ചില ടേംസ് എപ്പോഴും 1 + n/2 വലുതായിട്ട് വരും. 1 + n/2 വലുതായിട്ട് വരുന്ന രീതിയിൽ ചില ടേംസ് ഈ ഒരു സീക്വൻസിൽ h എന്നുള്ള സീക്വൻസിൽ എപ്പോഴും വരും. ഓക്കെ, അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. സിമ്പിളാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒരു കാര്യം ഒബ്സർവ് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാൻ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ സീക്വൻസിലെ ചില ടേംസ് ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും 1 + n/2 വലുതായിട്ട് വരും. ഓക്കെ, സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഈ സീക്വൻസ് എന്തായിരിക്കും, അൺബൗണ്ടഡ് ആയിരിക്കും. അതിനുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ ഇപ്പോൾ തന്നത്. സോ ഞാനൊരു നാച്ചുറൽ നമ്പറിനെ ഫിക്സ് ചെയ്തു. ലെറ്റ് n ബിലോങ്സ് ടു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ 2n ടേം hn എന്നുള്ള സീക്വൻസിലെ 2n ടേം, അതായത് h2n എന്നുള്ള ടേം ഏതായിരിക്കും വരിക, എഴുതി നോക്കിയാൽ 1 + 1/2 + 1/3 + 1/4 + etc. plus 1/2n - 1 plus 1/2n - 2 etc. plus 1/2n എന്നുള്ള രൂപത്തിൽ വരും ബൈ ഡെഫിനിഷൻ ഓഫ് ദി സീക്വൻസ്. അതിൽ നോക്കാം, ഞാൻ ആ 1നെ അവിടെ നിർത്തി, 1/2നെയും അവിടെ നിർത്തി, 1/2നെയും അവിടെ നിർത്തി. ഓക്കെ, ഇനി 1/3ഉം 1/4ഉം കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ ഇതിനൊന്ന് ഗ്രൂപ്പ് ചെയ്തു. എങ്ങനെ ഗ്രൂപ്പ് ചെയ്ത്, ഇവിടെ ഒരു ടേമിനെടുത്ത് ഇവിടെ ഒരു ടേമിനെടുത്ത് അടുത്തത് ഗ്രൂപ്പ് ചെയ്തു 2 ടേമിനെ ഗ്രൂപ്പ് ചെയ്ത്. ഇനി അടുത്ത ഞാൻ ഗ്രൂപ്പ് ചെയ്യുക 4 ടേംസിനെയാണ് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, അതിൽ ഈ ഒരു 1/3നെ ഞാൻ 1/4 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തും ചെയ്യും. അപ്പോൾ ഇക്വാലിറ്റി മാറിയിട്ട് ഇന്നീക്വാളിറ്റി ആവും. 1/3നെക്കാളും ചെറുതാണ് 1/4. അപ്പോൾ ചെറിയ നമ്പർ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. സോ ഇന്നീക്വാളിറ്റി എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ആയിരിക്കും. ചെറിയ നമ്പേഴ്സ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ 1 + 1/2 + 1/4 + 1/4 പ്ലസ് അടുത്തൊരു ടേം കൂടെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തത്. അടുത്ത ഞാൻ പറഞ്ഞു 4 ടേംസ് ഉണ്ടാകും. അതിലടുത്ത ടേം 1/5, 1/6 + 1/6 + 1/7 + 1/8. അതിൽ ഞാൻ അവസാനത്തെ 1/8 വെച്ചിട്ടാണ് ആ ഒരു ഗ്രൂപ്പിങ്ങിലുള്ള ടേംസിനെല്ലാം റീപ്ലേസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് വരും, 1/8 + 1/8 + 1/8 + 1/8 വരും. ഓക്കെ, അടുത്ത ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ 8 ടേംസ് ഉണ്ടാകും. ഞാൻ അതിൽ അവസാനത്തെ ടേം എന്ന് പറഞ്ഞാൽ 1/16 ആയിരിക്കും. അത് വെച്ചിട്ടായിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വന്നാൽ അവസാനത്തെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കിട്ടും. ഓക്കെ, അതായത് 1/2n - 1 പ്ലസ് എക്സെട്ര പ്ലസ് 1/2n എന്നുള്ള അതിൽ ഞാൻ റീപ്ലേസ് ചെയ്യുന്നത് 1/2n വെച്ചിട്ടായിരിക്കും. അപ്പോൾ 1/2n പ്ലസ് എക്സെട്ര പ്ലസ് 1/2n. ഓക്കെ, ഇതിൽ എത്ര ടേംസ് ഉണ്ടാകും, 2n ടേംസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇനിയൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഷുഡ് ബി ഈക്വൽ ടു 1 + 1/2 പ്ലസ് 1/4 + 1/4 1/2 ആയിരിക്കും. ഇനി 1/8 + 1/8 + 1/8 + 1/8 1/8നെ 4 ടൈംസ് ആഡ് ചെയ്താൽ എന്തായിരിക്കും, എഗെയിൻ 1/2 വരും. ഇനി അടുത്ത ടേം ഇവിടെ എക്സെട്ര ഉണ്ട്, പ്ലസ് അല്ല, പ്ലസ് എക്സെട്ര പ്ലസ് ആണ്. സോ അടുത്ത ഇതിൽ 8 ടേംസ് ഉണ്ടാവും. ഓക്കെ, 4 ടേംസിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് പിന്നെ 8 ടേംസ് ഉണ്ടാവും. 8 ടേംസിൽ അവസാനത്തെ ടേം 1/16 ആയിരിക്കും. 1/16 8 ടൈംസ് ആഡ് ചെയ്താൽ എന്ത് വരും, 1/2 വരും. പ്ലസ് എക്സെട്ര പ്ലസ് ഇവിടെ എത്ര ടേംസ് ഉണ്ടാകും, 2n ടേംസ് ഉണ്ടാകും. അതിൽ 2n ടേംസ് ഉണ്ട്. അതിൽ ഓരോ ടേമും 1/2n ആണ്. അപ്പോൾ ആഡ് ചെയ്താൽ അഗെയിൻ 1/2 കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് വരും, 1 പ്ലസ് പിന്നെ എത്ര ടൈംസ് ഇവിടെ 1/2നെ ആഡ് ചെയ്തിട്ടുണ്ടാകും, n ടൈംസ് ആഡ് ചെയ്യും. ഇവിടെ ഒറ്റ ടേം ഇവിടെ അവസാനത്തുമ്പോൾ 1/2n വന്നിട്ടുണ്ട്. അപ്പോൾ n ടൈംസ് 1/2നെ ആഡ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, സോ നമുക്ക് എന്ത് വരും, n ടൈംസ് 1/2നെ ആഡ് ചെയ്താൽ n × 1/2 വരും. അതായത് 1 + n/2 വരും.
അതായത് നമുക്ക് കിട്ടിയത് h2 raised to n is greater than 1 plus n by 2 ആണ്. അതായത് ഞാൻ ഏതൊരു നാച്ചുറൽ നമ്പറിനെ ഫിക്സ് ചെയ്താലും അതിൻ്റെ മുകളിൽ 1 plus n by 2-നേക്കാളും വലുതായിട്ട് h2 raised to n വരുന്നുണ്ട്. സീക്വൻസിൽ അടിച്ചുള്ള ടേംസ് അതിനേക്കാളും മുകളിലായിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, സീക്വൻസ് എച്ച് എൻ എന്താണ്, അൺബൗണ്ടഡ് ആണ്, ഈസ് അൺബൗണ്ടഡ്. സോ സീക്വൻസ് എച്ച് എൻ മോണോട്ടോൺ സീക്വൻസ് ആണ്, പക്ഷേ അൺബൗണ്ടഡ് ആണ്. സോ സീക്വൻസ് എച്ച് എൻ എന്ത് ചെയ്യും, ഡൈവേർജ് ചെയ്യും. സീക്വൻസ് എച്ച് എൻ ഈസ് ഡൈവേർജൻറ്റ്. ഓക്കെ, ഇതാണ് അടുത്ത എക്സാമ്പിൾ. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുണ്ട്, ഓയിലർ നമ്പർ. ഓയിലർ നമ്പറിൻ്റെ ഈ ഒരു ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം, അതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോ നമ്മൾ ഓയിലർ നമ്പറിനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സീക്വൻസിൻ്റെ ലിമിറ്റായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു സീക്വൻസ് എഴുതുന്നുണ്ട്. ആ സീക്വൻസ് ഞാൻ എന്താ പ്രൂവ് ചെയ്യും, മോണോട്ടോൺ ആണെന്ന് പ്രൂവ് ചെയ്യും, ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ ആ സീക്വൻസ് മോണോട്ടോൺ ആണ്, ബൗണ്ടഡ് ആണെങ്കിൽ അത് കൺവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓയിലർ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ സീക്വൻസ് ഈസ് e raised to en എന്നുള്ള സീക്വൻസ് en ഈസ് ഡിഫൈൻഡ് ബൈ 1 plus 1 by n whole to the power n. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒബ്സർവ് ചെയ്യാനുള്ളത് ഈ ഒരു സീക്വൻസ് മോണോട്ടോൺ ആണ് ഒബ്സർവ് ചെയ്യണം. ഓക്കെ, സോ ആദ്യം ഈ സീക്വൻസിൻ്റെ ടേംസിനെ കുറച്ചുകൂടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതി നോക്കാം. We have en is equal to 1 plus 1 by n whole to the power n. So binomial expansion വെച്ചിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം, which is equal to nth പവർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്താൽ 1 plus nc1, അതായത് n by 1 ഇൻറ്റു 1 raised to n 1 by n whole to the power n 1 raised to 0. അടുത്ത ടേം nc2, ഇതാണ് nc2, 1 by n whole to the power 2 ഇൻറ്റു 1 സ്ക്വയർ വരും, 1 സ്ക്വയർ 1 തന്നെയാണ്, അതുകൊണ്ടാണ് എഴുതാത്തത്. അടുത്ത ടേം nc3, ഇതാണ് nc3, n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 1 ബൈ n ഹോൾ ടു ദി പവർ 3 ഇൻറ്റു 1 ക്യൂബ് 1 തന്നെ ആയതുകൊണ്ട് എഴുതുന്നില്ല, പ്ലസ് എക്സെട്ര. അവസാനത്തെ ടേം ncn ആണിത്, 1 by n all to the power 1 n 1 to the power 0. അതായത് ഈ ഒരു ടേമിനെ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, സോ ഈ ഒരു ടേമിനെ നമുക്ക് ഈ ടേംസിനെ നമുക്ക് റീറൈറ്റ് ചെയ്യാം, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ എന്നും ക്യാൻസലാകും. ഇവിടെ n സ്ക്വയർ ഉണ്ട്, ആ n സ്ക്വയറിലെ ഒരു എന്നും ഈ ഒരു എന്നും ക്യാൻസൽ ചെയ്യും. പിന്നെ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു n ഉണ്ട്, അതിനെ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 1 plus 1, ഓക്കെ, 1 ഇത് ഈ ഹോൾ ടേം 1 ആയിട്ട് പോകും. പിന്നെ പ്ലസ് 1 by 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1 by n വരും. ഓക്കെ, അതേപോലെ അടുത്ത ടേമിലും ഇതേ രൂപത്തിൽ നമ്മൾ ചെയ്താൽ അടുത്ത ടേം കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം, അവിടുന്ന് ജനറലൈസ് ചെയ്യാം. ഇവിടെ ഒരു n ക്യൂബ് ഉണ്ട്, അപ്പോൾ n ക്യൂബിലെ ഒരു എന്നും ഈ ഒരു എന്നും ക്യാൻസൽ ആകും. പിന്നെ n സ്ക്വയർ ഉണ്ടാകും, അതിൽ ഒരു n ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ഒരു n ഇങ്ങോട്ടേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 by 3 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1 by n ഇൻറ്റു 1 മൈനസ് 2 by n. ഇതേ രൂപത്തിൽ ഓരോ ടേമിലും ഇതേ രൂപത്തിൽ ചെയ്തു വന്നാൽ അവസാനത്തെ ടേം എന്ത് വരും, 1 by n ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1 by n ഇൻറ്റു 1 മൈനസ് 2 by n പ്ലസ് എക്സ് ഇൻറ്റു എക്സെട്ര 1 മൈനസ് n മൈനസ് 1 ഡിവൈഡ് ബൈ n എന്നുള്ള രൂപത്തിൽ വരും. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, en പ്ലസ് 1നെ ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് എഴുതിയാൽ നമ്മൾ ഓൾറെഡി
ഇ എന്നിന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇ എൻ പ്ലസ് വൺ എന്ത് വരും? എൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1/n പ്ലസ് 1 പ്ലസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1/n പ്ലസ് 2 n പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് 2/n പ്ലസ് 1 എക്സെട്ര 1/n ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1/n പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് 2/n പ്ലസ് 1 ഇൻറ്റു എക്സെട്ര 1/n മൈനസ് 1 മൈനസ് n മൈനസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1 അവസാനത്തെ ടേം 1/n പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1/n പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് 2/n പ്ലസ് 1 എക്സെട്ര 1 മൈനസ് n/n പ്ലസ് 1 എന്ന രൂപത്തിൽ എഴുതാം. ഓക്കെ, അതിൽ ഇ എൻ എന്നുള്ള ടേമിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തപ്പോൾ അതിൽ n+1 ടേംസ് ഉണ്ടായിരുന്നു. അതേപോലെ ഇ എൻ പ്ലസ് 1ൽ n+2 ടേംസ് ഉണ്ട്. അതേപോലെ തന്നെ ഈച്ച് ടേം അപ്പിയറിംഗ് ഇ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി കറസ്പോണ്ടിങ് ടേം ഇൻ ഇ എൻ പ്ലസ് 1. അതായത് ഇ എന്നിലെ എല്ലാ ടേംസും ഓരോ ടേം ബൈ ടേം സമ്മാണ്. അപ്പോൾ ഓരോ ടേംസും കമ്പയർ ചെയ്യുമ്പോൾ ഇ എന്നിലെയും ഇ എൻ പ്ലസ് 1ലെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് കമ്പയർ ചെയ്യുമ്പോൾ ഇ എന്നിലെ ടേംസ് ഇ എൻ പ്ലസ് 1ലെ ടേംസിനേക്കാളും ചെറുതാണ്. സോ നമുക്ക് എന്ത് പറയാം? ഇ എൻ ഈസ് ലെസ് ദാൻ ഇ എൻ പ്ലസ് 1 എന്ന് പറയാം. അതായത് നമ്മളുടെ സീക്വൻസ് എന്താണ്? ഇ എൻ എന്നുള്ള സീക്വൻസ് ഇൻക്രീസിങ് സീക്വൻസ് ആണ്, മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് ആണ്. ഇനി ഇത് കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് മതി? ഇ എൻ എന്നുള്ള സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് കാണിച്ചാൽ മതി. ബൗണ്ടഡ് എബവ് ആണെന്ന് കാണിച്ചാൽ മതി. ബൗണ്ടഡ് എബവ് ആണെങ്കിൽ ആ സീക്വൻസ് എങ്ങോട്ടേക്കും കൺവേർജ് ചെയ്യുക? ആ സീക്വൻസിൻ്റെ സുപ്രീമത്തിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുക. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സീക്വൻസ് ബൗണ്ടഡ് എബവ് ആണെന്ന് കാണിക്കും. അതിന് കുറച്ച് ഒബ്സർവേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. സപ്പോസ് പീൻ്റെ വാല്യൂ പി ഈസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര n വരെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പി എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും. ഓക്കെ അല്ലേ? പിക്ക് മാക്സിമം കൊടുക്കുന്ന വാല്യൂ n ആണ്. സോ 1 ലെസ് ദാൻ പി ബൈ എൻ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, പി ബൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. പി ബൈ എൻ പോസിറ്റീവ് ആയിരിക്കും. സോ 1 മൈനസ് പി ബൈ എൻ എപ്പോഴും 1-നേക്കാളും ചെറുതായിരിക്കും, 0-നേക്കാളും വലുതായിരിക്കും. അതേപോലെ തന്നെ 2p-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഫാക്ടോറിയലായിരിക്കും. നമുക്ക് ടെക്സ്റ്റിൽ ഈ ഒരു സെക്ഷൻ നമ്മളൊന്ന് റെഫർ ചെയ്താൽ മതി. സോ അതിൽ റെസിപ്രോക്കൽ എടുത്താൽ 1/p ഫാക്ടോറിയൽ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2p-1 ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് ഒബ്സർവേഷൻസ് നമുക്ക് ഈ ഒരു ഇ എൻ എന്നുള്ള സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് കാണിക്കണമെങ്കിൽ വേണം. സോ നോക്കുക, ഇ എന്നിനെ ഞാൻ എക്സ്പ്രസ് ചെയ്തപ്പോൾ 1+1 എപ്പോഴും എന്തായിരിക്കും? 2 പ്ലസ് സം പോസിറ്റീവ് ടേംസ് ആയിരിക്കും ഇ എൻ. അപ്പോൾ ഇ എൻ എപ്പോഴും 2-നേക്കാളും വലുതായിരിക്കും. അതായത് 2 ലെസ് ദാൻ ഇ എൻ ആയിരിക്കും. ഇനി ഈ ടേംസിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ബൗണ്ട് ചെയ്യിപ്പിക്കണം, ഒരു നമ്പർ വെച്ചിട്ട് ബൗണ്ട് ചെയ്യും. അതിനാണ് ഞാൻ എന്ത് ചെയ്തത്? ഈ രണ്ട് ഒബ്സർവേഷൻസ് പറഞ്ഞത്. അതായത് 1 മൈനസ് പി ബൈ എൻ ലെസ് ദാൻ 1 ആണ്. അതേപോലെ 1/p ഫാക്ടോറിയൽ 1/2p-1-നേക്കാളും ചെറുതാണ്. സോ അത് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു ഐഡൻറ്റിറ്റിയിൽ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് 1/n ലെസ് ദാൻ 1 ആണ്. ഇത് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ 1 വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ ടേംസ് എല്ലാം ലെസ് ദാൻ 1 ആണ്. അപ്പോൾ 1 വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ 1/p ഫാക്ടോറിയൽ പി എന്നിനേക്കാളും ചെറുതാണെങ്കിൽ 1/p ഫാക്ടോറിയൽ 1/2p-1-നേക്കാളും ചെറുതാണ്. അപ്പോൾ ഈ ടേംസിലേക്ക് നമുക്ക് എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം? 1/2p-1 വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. പീൻ്റെ വാല്യൂസ് 1 2 എക്സെട്ര n. സോ നമുക്ക് കയ്യിലുള്ള ഇൻഇക്വാളിറ്റി എങ്ങനെ വരും? ഓൾറെഡി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു.
ലെസ് ദാൻ ഈ എൻ ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 1+1. പിന്നെ ആ ഒരു എന്നിലെ എക്സ്പ്രഷനിൽ ഈ കാര്യങ്ങളൊക്കെ കൊടുത്താൽ 1/2 p = 2 ആകും. അപ്പോൾ 1/2 p = 3 ആകുമ്പോൾ 1/2² പ്ലസ് എക്സെട്ര എന്നുള്ള രൂപത്തിൽ വരും. അതിലിനി ഈ ഒരു ഭാഗം നോക്കുക. ഇത് ജോമെട്രിക് സീരീസാണ് അല്ലേ. ഫസ്റ്റ് ടേം 1/2 ആൻഡ് കോമൺ റേഷ്യോ 1/2. ഓക്കെ, അല്ലെങ്കിൽ ഈ ടേംസിനെ ഇവിടെ ഒരു 1 ആഡ് ചെയ്ത് കൊടുത്താൽ വിത്ത് ഫസ്റ്റ് ടേം 1 ആൻഡ് കോമൺ റേഷ്യോ 2 ആയിട്ടുള്ള ഒരു ജോമെട്രിക് സീരീസാണെന്ന് പറയാം. അപ്പോൾ ഈ 1 റൈറ്റിലേക്ക് മാറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ജോമെട്രിക് സീരീസിൻ്റെ സമ്മ്, ഫസ്റ്റ് 10 ടേംസിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. സോ അത് കൊടുത്താൽ ഈ ഒരു ടേം എങ്ങോട്ടേക്ക് വരും, എന്തിന് ഈക്വൽ ആയിരിക്കും, 1 മൈനസ് 1/2n-1 ആയിരിക്കും. അതായത് 1/2n-1 1-നേക്കാളും ചെറുതും പോസിറ്റീവ് ആയതുകൊണ്ട് ഇതെപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം, നമ്മൾ ഇനീക്വാളിറ്റി ഇങ്ങോട്ട് റെഡ്യൂസ് ചെയ്യും. 2 ലെസ് ദാൻ en ലെസ് ദാൻ ഈ 2 ടേമിന് ആഡ് ചെയ്താൽ 2 +1. ഈ ടേം മാക്സിമം 1 വരുള്ളൂ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2 + 1, അതായത് 2 ലെസ് ദാൻ en ലെസ് ദാൻ 3 എന്ന് വരും. അതായത് en ഉള്ള സീക്വൻസ് എന്താണ്, ഇൻക്രീസിങ് സീക്വൻസ് ആണ്, ബൗണ്ടഡ് അബവ് ബൈ 3 ആണ്. സോ ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം, ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. മോണോട്ടോൺ കൺവേർജൻസ് തിയറം എന്നുള്ള സെക്ഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോഷി സീക്വൻസ് എന്നുള്ള സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു സെക്ഷൻ കൂടെയാണ് ഈ ഒരു സീക്വൻസിൻ്റെ സെഷനിൽ നമുക്ക് ബാക്കി വരുന്നത്. ഓക്കെ.